പാർത്ത കോൺഗ്രസിന്റെ തലപ്പത്ത് രാഹുലും അമ്മയും പിങ്കിയും ഒക്കെ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. നേരത്തെയും അങ്ങനെ തന്നെയായിരുന്നു. ഈ രാഹുൽ ഗാന്ധിയാണ് പറയുന്നത് ദളിതർക്കും അതുപോലെ തന്നെയുള്ള മറ്റ് വിഭാഗങ്ങൾക്കും BJP സ്ഥാനങ്ങളൊന്നും നൽകുന്നില്ല, പ്രധാന സ്ഥാപനങ്ങളുടെ ഒന്നും തലപ്പത്തൊന്നും ഇവരെത്തുന്നില്ല എന്നൊരു പരാതി അദ്ദേഹം ഈയിടയിൽ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. ആരാണ് രാഷ്ട്രപതി എന്ന് അറിയാത്ത ആളാണോ രാഹുൽ ഗാന്ധി? ആരാണ് പ്രധാനമന്ത്രി എന്നറിയാത്ത ആളാണോ രാഹുൽ ഗാന്ധി? എത്രയോ ദളിത് എംപിമാർ BJPക്ക് ഉണ്ട്, എന്നിട്ടും പറയുന്നത് ഇത്തരം വർത്തമാനങ്ങൾ. അല്ല, ഈ കോൺഗ്രസ്സിന് എന്ത് പറയണമെന്ന് കോൺഗ്രസ്സുകാർക്ക് തന്നെ ഒരു ബോധ്യമില്ലാത്ത കാലത്തൂടെയാണ് അവർ കടന്നു പോകുന്നത്. അതിന് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സഹതാപം അല്ലെങ്കിൽ അവരുടെ ഗതികേട് എന്ന് നമ്മൾ പറയുമല്ലോ. കാരണം അധികാരത്തിൽ നിന്ന് പോയിട്ട് 15, എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ടേമാണ്, 3 വർഷം അധികാരത്തിൽ നിന്ന് പുറത്തു പോയാൽ 15 വർഷമാവും. എങ്ങനെയാണ് അധികാരമില്ലാതെ അഴിമതി നടത്താതെ ജീവിക്കാൻ പറ്റുക എന്നുള്ളത് ഇവർക്ക് അറിയില്ല. അതിൻ്റെ ഒരു ഞെട്ടലിലാണ് ഈ നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു എന്നല്ലാതെ അതിലപ്പുറത്തേക്ക് നമ്മൾ ഇന്നൊന്നും കാണുന്നതില്ല. പക്ഷേ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ ആ നിലയ്ക്ക് ഞാൻ പറയട്ടെ, അതായത് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാകുന്നതിന് മുമ്പ് അദ്ദേഹത്തെ പപ്പു എന്ന് കളിയാക്കി വിളിക്കാറുണ്ടായിരുന്നു. അപ്പം ഞാനതിനെ പേഴ്സണലായിട്ട് ഞാൻ അത്തരം വിളികളെ എതിർക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഞാൻ എതിർക്കുന്നുണ്ട്. അങ്ങനെ വിളിക്കരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരാളെ പേഴ്സണലായിട്ട് അങ്ങനെ വിളിക്കരുതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ ഉത്തരേന്ത്യയിലൊക്കെ പപ്പു എന്ന് വിളിക്കുന്നതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ഒരു വിവരമില്ലാത്ത ആളുകളെ വിളിക്കുന്ന ഒരു പേരാണ്. മണ്ടൻ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളെ വിളിക്കുന്ന ഒരു പേരാണ് പപ്പു എന്ന് പറയുന്നത്. ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകളൊക്കെ കേൾക്കുന്ന സമയത്ത് സത്യത്തിൽ ആ പേര് യോജിച്ചതാണ് എന്ന് തോന്നിപ്പോവാറുണ്ട്. അങ്ങനെ വിളിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിനെ ആ രീതിയിൽ അഭിസംബോധന ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായ കാര്യമാണ്. പക്ഷെ രാഹുൽ തന്നെയാണ് എനിക്ക് ആ പേരാണ് ചേർന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, തെളിയിച്ചുകൊണ്ടിരിക്കുക. കാര്യം ഈ രാഹുലിൻ്റെ ഓരോ പ്രസ്താവന എടുത്ത് പരിശോധിച്ചാൽ, ഇപ്പം കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിക്കെതിരായിക്കൊണ്ട് സോണിയാഗാന്ധി പറഞ്ഞ പ്രസ്താവനകളായിക്കോട്ടെ, രാഹുൽ ഗാന്ധിയുടെ മുൻപുള്ള മറ്റ് പല പ്രസ്താവനകളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ഒരു പക്വതയില്ലാത്ത നേതാവിൻ്റെ സമീപനമാണ് രാഹുൽ ഗാന്ധിയിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ദളിത് വിഷയം തന്നെ എടുത്ത് പരിശോധിക്കാം. യഥാർത്ഥത്തിൽ ഉത്തരേന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അറിയാമല്ലോ, ഒരു വലിയ ജാതി സമവാക്യങ്ങളെല്ലാം ചേർന്നതാണ് ഉത്തരേന്ത്യൻ പൊളിറ്റിക്സ്. അവിടെ ദളിതർക്കൊക്കെ കൃത്യമായ പങ്കാളിത്തമുണ്ട്. ദളിത് വിഭാഗം വിചാരിച്ചിട്ടില്ലെങ്കിൽ അവിടെ BJP ജയിക്കില്ല എന്നുള്ള കാര്യമുണ്ട്. അവിടെ ഈ സവർണന്മാരുടെ പാർട്ടിയാണ് BJP എന്നൊക്കെ പറയുമ്പോഴും ജാട്ട് വിഭാഗങ്ങൾ അതുപോലെ തന്നെ പല ഉപവിഭാഗങ്ങളും ഒക്കെ BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചതുകൊണ്ടാണ് BJP വിജയിച്ചു വരുന്നത്. അത് അവിടുത്തെ ദളിതരെയാണ് നിർത്തുന്നതും. ദളിത് മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഈ കോൺഗ്രസ് നിർത്തുന്നതിനേക്കാൾ കൂടുതൽ ദളിത് എംപിമാർ ആർക്കുണ്ട്? BJPക്കുണ്ട് എന്നുള്ളതാണ് സത്യം. ഇവിടെ രാഹുൽ ഗാന്ധി പറയുന്ന കാര്യം എന്താണെന്നറിയോ? രാഹുൽ ഗാന്ധി പറയുന്നത് രാഷ്ട്രപതി, ഇപ്പം നിങ്ങൾ ചില താക്കോൽ സ്ഥാനത്തൊക്കെ ദളിതരെ കൊണ്ടുവരുന്നുണ്ട്, പക്ഷേ ദളിതരെ നിങ്ങൾ അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് പോലും അവരെ പാവയാക്കി നിർത്തുകയാണ്. അവർക്ക് അധികാരത്തിൻ്റെ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു പാവ രാഷ്ട്രപതിയാണോ യഥാർത്ഥത്തിൽ ദ്രൗപദി മുർമു? അല്ല എന്ന് ദ്രൗപദി മുർമു തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുക. കാര്യം ഇതുവരെ ആളുകൾക്ക് പോകാൻ കഴിയാത്ത രീതിയിലേക്കുണ്ടായിരുന്ന ഒരു രാഷ്ട്രപതി ഭവനെ തുറന്നു കൊടുത്തു, എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുത്തു. അവിടെ പല ഈ ദളിതനെ തന്നെ വിളിച്ചിട്ട് അവിടെ അത്താഴ വിരുന്ന് കൊടുക്കുന്നു, ആളുകൾക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കുന്നു. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന രാഷ്ട്രപതി ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത്, ഇന്ത്യയുടെ രാഷ്ട്രപതി പദവിയിലേക്ക് ഒരു ദളിത് വനിത എത്തി എന്ന് പറയുന്നതിന് വലിയ കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ ഗൗതമ, ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയല്ലേ 10-60 കൊല്ലമായിട്ട്, അല്ല ഈ 10-60 കൊല്ലമായിട്ട് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത് ആരാ? കോൺഗ്രസ് അല്ലേ? കോൺഗ്രസിന് ഒരു ദളിത് വനിതയെ പേരിനെങ്കിലും, ഇവർ പറയുന്നുണ്ടല്ലോ പേരിന് എന്ന്, ആ പേരിനെങ്കിലും ഒരു രാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കഴിയാതെ ഈ നരേന്ദ്രമോദി അധികാരത്തിൽ കയറാൻ കാത്തിരിക്കുക. എന്തിന്? ദളിതർക്കൊന്നും കിട്ടിയില്ല എന്ന് പറയാം. ഞാൻ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ദളിതർക്കൊന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ സ്വന്തം മുഖത്തേക്ക് കാർക്കലിച്ച് തുപ്പുകയല്ലേ ഈ പറയുന്ന മലർന്നു കിടന്ന് തുപ്പുന്ന പരിപാടി ഉണ്ടല്ലോ. അതാണ് രാഹുൽ ഗാന്ധി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. താഴെ തട്ടിലുള്ള ആളുകൾക്കിടയിലേക്ക് ഈ പിന്നെ ദളിതന്മാർ എത്തിയിട്ടില്ല എന്ന് രാഹുൽ ഗാന്ധി ഒന്ന് പറഞ്ഞു. രണ്ടാമത്തത് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇന്ത്യയിലെ എല്ലാ പ്രധാന അധികാര സ്ഥാനങ്ങളിലും ദളിതരും പിന്നോക്കക്കാരും ഇരിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ രാഹുൽ ഗാന്ധി 18 വയസ്സ് തികഞ്ഞു, അതായത് അദ്ദേഹം ഒരു പ്രായപൂർത്തിയായ മനുഷ്യനായതിനു ശേഷവും കോൺഗ്രസ് എത്ര കാലം ഭരിച്ചു? ആ സമയത്ത് ഇതൊന്നും നടപ്പിലാക്കിയില്ലല്ലോ. ഇതെന്തേ നടപ്പിലാക്കാഞ്ഞത്? ഒരു രാഷ്ട്രപതിയെ, ഒരു പ്രധാനമന്ത്രിയെ, ഏതെങ്കിലും ഒരാളെ ഒരു പിന്നോക്കക്കാരൊക്കെ ആക്കാൻ ഇവർക്ക് കഴിഞ്ഞോ?
കഴിഞ്ഞിട്ടില്ല എന്നിട്ട് പറയാണ് നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ ഇതൊന്നും നടക്കുന്നില്ല. ഇത്രയും കാലം ഇവർ ഭരിച്ചത് എവിടെയില്ല. ഇത് പറയുന്ന ഇവരെ എന്താ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ ആളുകളുടെ രസകരമായിട്ടുള്ള ഒരുപാട് കമന്റ് ഇതിൽ വരുന്നുണ്ട്. പക്ഷെ കോൺഗ്രസിന്റെ തലപ്പത്ത് ഞാനും അമ്മയും പെങ്ങളും മതി, ഞങ്ങളുടെ പാർട്ടിയുടെ തലപ്പത്ത് ഞാനും അമ്മയും സഹോദരിയും അളിയനും കൂടി ചേരുന്ന ഒരു ട്രസ്റ്റിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതാദ്യം സ്വന്തം പാർട്ടിയുടെ തലപ്പത്ത് കൊണ്ടുവന്ന് നീ ഒന്ന് കാണിക്ക്, എന്നാൽ നീ ആദ്യം മാറിക്കൊടുക്ക് തൈരേ തുടങ്ങിയ രീതിയിൽ ഇദ്ദേഹത്തിനെതിരെ രൂക്ഷമായ രീതിയിലാണ് കമൻറ്റുകൾ ഈ വാർത്തകൾക്ക് പിന്നാലെ വരുന്നത്. മൻമോഹൻ സിംഗ് ആരുടെ പാവയായിരുന്നു? സോണിയാഗാന്ധിയുടെ പാവയായിരുന്നില്ലേ? പാവപ്പെട്ട വളരെ ദീർഘവീക്ഷണമുള്ളൊരു നേതാവ് മൻമോഹൻ സിംഗ് ആയിരുന്നില്ലേ? അപ്പോൾ കോൺഗ്രസ് എക്കാലവും പുറകിൽ നിന്ന് ഈ കുടുംബാധിപത്യം അവരുടെ പ്രയോഗങ്ങൾ ചരട് വഴി മുഴുവൻ മുന്നിൽ മറ്റ് സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എത്രയോ കാലമായിട്ട് രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കോൺഗ്രസിൽ എത്ര ദളിതരായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള MP-മാർ കോൺഗ്രസ്സിലുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യത്തിനെ ഒന്നും അഭിസംബോധന ചെയ്യാനോ ഇതിനൊന്നും ഉത്തരം കണ്ടെത്താനോ രാഹുൽ ഗാന്ധി തയ്യാറാവാതെ മറ്റ് അനാവശ്യമായിട്ട് BJPയും RSSും ദളിത് വിരുദ്ധരാണ്, അതുപോലെ തന്നെ മറ്റ് വിഭാഗങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞ ഒരു ദുഷ്പ്രചരണം നടത്താൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു സ്പഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം 2014 ശേഷം ഇങ്ങോട്ട് തങ്ങൾ അംബേദ്കറിൻ്റെ ചിന്താഗതികളെ പിന്തുടരുന്ന ആളുകളാണ്, ദളിത് വിരുദ്ധരല്ല എന്ന് RSSും BJPയും നിരന്തരമായിട്ട് പല രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ തെളിയിച്ചുകൊണ്ടും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് രാഷ്ട്രപതിയായിട്ടുള്ള ദ്രൗപദി മുർമു എന്ന് പറയുന്നത്. ട്രൈബൽ മേഖലയിലടക്കം RSSൻ്റെയൊക്കെ സജീവമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അവർ ആ മേഖലകളെ വലിയ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വലിയ ഉയർച്ചയിലെത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നടന്നു വരുന്നത്. ഈ പശ്ചാത്തലത്തെ മുഴുവൻ മനസ്സിലാക്കാതെ അതിനെ മുഴുവൻ വളച്ചൊടിക്കുകയൊക്കെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് കള്ളം പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധി മാറിത്തീരുകയാണ്. അദ്ദേഹം ഒരു പ്രധാനമന്ത്രി ഈ ഗൗതം, ഇത് കള്ളത്തിന്റെ പ്രശ്നമല്ല, ഇത് മണ്ടത്തരം പറയാന്ന് പറയാ. കാരണം ഒന്നും പറയാനില്ലെങ്കിൽ മണ്ടത്തരം പറയാം, എന്നിട്ട് അത് വലിയ കാര്യമാണെന്ന് എന്ന് വിശ്വസിക്കുക. ഈ സോണിയാഗാന്ധി ദ്രൗപദി മുർമുവിനെ ആക്ഷേപിച്ചപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ്സുകാരൊന്നും മിണ്ടിയില്ലല്ലോ, ഇവിടെ CPM-മാർ മിണ്ടിയില്ലല്ലോ. ആ ദളിത് സ്നേഹം എവിടെ പോയി? അന്നേരം ദളിത് സ്നേഹം ഇല്ല. BJP-കാരിയാണ് ദളിതെങ്കിൽ അവരോട് ദളിത് സ്നേഹം ഇല്ല. അങ്ങനെയാണ് ഇവരുടെ ഒരു പ്രത്യേക സംഭവം. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെ ഒരു ദളിത് നേതാവാണ്. ഖാർഗെയെ പ്രസിഡന്റാക്കി നിർത്തിയിട്ട് ഇവരല്ലേ ഭരിക്കുന്നത്? ആരാ പാവയാക്കുന്നത്? ഇവരല്ലേ പാവയാക്കുന്നത്? രാഷ്ട്രപതി എന്ന് പറഞ്ഞ ഒരു പവറുള്ള സ്ഥാനമാണ്. രാഷ്ട്രപതി ഒരു തീരുമാനം എടുത്താൽ തീരുമാനമാണ്, അത് പ്രധാനമന്ത്രിക്ക് ഇവർ അനുസരിക്കേണ്ടി വരും ചില സമയത്ത്. പക്ഷേ മല്ലികാർജുൻ ഖാർഗെ ഒരു തീരുമാനം എടുത്താൽ അത് അദ്ദേഹം മാത്രം അനുസരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ പണ്ടൊരു പ്രയോഗം ഉണ്ടായിരുന്നു, അലക്കുകാരൻ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ രീതിയിൽ പ്രയോഗിക്കുന്നില്ല. ആ ഒരു പണി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന മല്ലികാർജുന ഖാർഗെ. ആ രീതിയിലേക്ക് ആക്കിക്കൊണ്ടുവന്നു അദ്ദേഹത്തെ. പാവ പ്രസിഡൻ്റാക്കി നിർത്തിയിട്ട് തിരിച്ചു പറയുകയാണ് BJP-ക്കാരെല്ലാം എന്ത് ചെയ്യുന്നതാണ്, പാവ സ്ഥാനത്ത് കൊടുക്കുകയാണ്. പ്രധാനപ്പെട്ട ദളിത് മന്ത്രിമാരുണ്ട് BJP-ക്ക്. അതിനൊരു കാരണം പറയുന്നത് എന്താ അറിയോ? ഇതിൻ്റെ കീ തിരിക്കുന്നത് RSS ഓഫീസിൽ നിന്നാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് പിന്നെ BJP-യുടെ ഓഫീസിൽ നിന്നായിരുന്നു കീ തിരിച്ചുകൊണ്ടിരുന്നത്. CPM ഇവിടെ ഭരിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് കോൺഗ്രസ് നേതാവിനെ നിയമിക്കും. ഇതൊക്കെയാണ് ഇവർ സ്വപ്നം കാണുന്ന സുരഭില സുന്ദരമായ ഭാരതവും കേരളവും എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ഇതുകൊണ്ടാണ് പടവലങ്ങ പോലെ കോൺഗ്രസ് ആയിട്ട് പോകുന്നത്. കോൺഗ്രസിൻ്റെ ഗതി അധോഗതിയാണ്. പക്ഷേ രാഹുൽ ഗാന്ധി മാറി ചിന്തിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ പ്രിയങ്ക ഗാന്ധി നേതൃത്വത്തിലേക്ക് വരികയാണെങ്കിൽ നല്ല മാറ്റം കോൺഗ്രസിനുണ്ടാവും. അതിലും ഉപരിയായിട്ട് നല്ല നേതാക്കന്മാർ കോൺഗ്രസ്സിലുണ്ട്. DK ശിവകുമാറിനെ പോലെ, ശശി തരൂരിനെ പോലെ ദീർഘവീക്ഷണമുള്ള ഒരുപാട് നേതാക്കന്മാർ ഉള്ളിടത്താണ് ഇത്തരം കളികൾ വരുന്നത്. രാഹുൽ ഗാന്ധി നല്ല മനുഷ്യനൊക്കെ തന്നെയാണ്, പക്ഷേ അദ്ദേഹത്തിന് പൊളിറ്റിക്സ് അദ്ദേഹത്തിന് പറ്റില്ല. വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു മന്ത്രിയൊക്കെ പക്ഷെ വേറെ ഒഴിഞ്ഞു കൊടുത്തിട്ട് ഒരു മന്ത്രി പോലും ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി പോലും ആകാൻ പറ്റാത്ത രാഹുൽ ഗാന്ധിയാണ് പ്രധാനമന്ത്രി ആവാൻ നടക്കുന്നതെന്ന് പറയുന്നത് കഷ്ടമാണ്.